Good morning. Good morning. Welcome to my channel Lemon Grab with Varsha. So ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ്. സോ നമ്മൾ എണീക്കുമ്പം തൊട്ട് എനിക്കൊന്ന് ഒരു 11:30 ആകുമ്പോഴത്തേക്കൊക്കെ പുറത്ത് പോകണ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. സോ അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സോ സമയം ഇപ്പോൾ 8:30 ആയി. ഞാൻ കുറച്ച് മുമ്പേ എണീറ്റിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ വീണ്ടും കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്നെല്ലാം സെറ്റാക്കാം. സോ ഫസ്റ്റ് തിങ് ഞാൻ എണീറ്റാൽ ഉടനെ ഞാൻ എൻ്റെ ബെഡ് സെറ്റ് ചെയ്യും. സോ ബെഡൊക്കെ ആകെ അലങ്കോലമായി കിടക്കുവാണ്. സോ ഞാൻ ആദ്യം ഒന്ന് ബെഡ് സെറ്റാക്കട്ടെ. ബെഡൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അങ്ങനെ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. ഇതുപോലൊരു ബോട്ടിലിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഈവനിങ്ങിനുള്ളിൽ ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഈവനിങ്ങിനുള്ളിൽ എനിക്ക് ഈ ബോട്ടിൽ തീർക്കണം. ഞാൻ മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം ട്രൈ ചെയ്യുന്നുണ്ട് കുടിക്കാൻ. കാരണം എനിക്ക് നിറയെ പിമ്പിൾസൊക്കെയാണ്. പിന്നെ എൻ്റെ സ്കിന്നും കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ജനലിൽ കൂടെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക, നമുക്ക് എണീറ്റിട്ട് ആ ഒരു അയ്യോ വീണ്ടും ഉറങ്ങാനുള്ളൊരു ഫീലിംഗ് വരുമല്ലോ, അത് മാറിക്കിട്ടും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളമൊക്കെ കുടിച്ചു. ഇപ്പം എൻ്റെ സ്കിന്ന് കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. നിറയെ വെള്ളം കുടിച്ചു. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ റൈസ് ടോണർ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി യൂസ് ചെയ്യുക. സ്കിന്നിന് ശരിക്കും സ്കിന്ന് ശരിക്കും ഒരു ഹെൽത്തി ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് സ്കിന്ന് കുറച്ച് ഹെൽത്തി ആയി എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഫ്രഷായി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി. ഓക്കെ, അപ്പോൾ എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ എന്നാൽ ആ സമയത്ത് കുളിക്കാം. അപ്പോൾ എന്തായാലും സമയമുണ്ട്. ഞാൻ എൻ്റെ മാജിക്കൽ ഹെയർ പാക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാമോ എന്നുള്ള രീതിയിൽ. നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മുടിയൊക്കെ അടിപൊളിയായിട്ട് വളരും. സോ നമുക്ക് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫേസൊക്കെ ഒന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ആക്കിയിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കാം. സോ അതിന് മുമ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് 9 o'clock ആവുന്നുണ്ട്. സോ എനിക്ക് വിശക്കുന്നു. ഞാൻ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. ഇവിടെ ദോശ ഇരിപ്പുണ്ട്, ദോശ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഇവിടെ സീരിയൽസ് ഇരിപ്പുണ്ട്. സോ നമുക്ക് നമുക്ക് സീരിയൽസ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് സീരിയൽസ് ഒക്കെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ റാഗി ഉണ്ടല്ലോ, റാഗി ആ സാധനമാണ്. ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ്, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇത് ഓൾറെഡി ഇവിടെ അമ്മ റാഗി വാങ്ങി ഉണക്കി കഴുകി പൊടിച്ച് വെക്കാറുണ്ട്. ഇവിടുത്തെ ഒരു കർണാടകയുടെ ഒത്തൻറ്റിക് ഫുഡുണ്ട്, റാഗി മുദ്ദ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റാഗി വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബോളാണത്. സോ അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാത്രി അമ്മ മിക്കവാറും അതാ ഉണ്ടാക്കാൻ പോണേന്ന് പറയുന്ന കേട്ടു. റാഗി ബോളും അതിൻ്റെ കൂടെ കറിയും. അത് നമ്മൾ കറിയിൽ മുക്കിയിട്ട് കഴിക്കാൻ പാടില്ല, ചവയ്ക്കാൻ പാടില്ല, വിഴുങ്ങാണ് വേണ്ടുന്നത്. സോ അതുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ഇവിടെ കർണാടകക്കാർ അവർ കഴിക്കുന്ന ഫുഡാണ്, ഒത്തൻറ്റിക് ഫുഡാണ്. അതുകൊണ്ട് അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അവർക്ക് അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. സോ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഞാനും ഇതിനകത്ത് കുറച്ച് പാലും കുറച്ച് വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കും. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫില്ലിങ്ങും ആണ്, അതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എനിക്ക് സമയമുള്ള ദിവസമൊക്കെ ഇങ്ങനെ വന്നിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് ജസ്റ്റ് കാണും. അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ നല്ല പാട്ടിടും ടി വിയിൽ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പാട്ടിടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഞാൻ കോപ്പിറൈറ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. രാവിലെ ഞാൻ അങ്ങനെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് നേരത്തേക്ക് ഫോൺ നോക്കാറില്ല.
അങ്ങനെ ഫോൺ ഒരു 1 hour ഞാൻ 1 hour ഒക്കെ വിട്ടേ നോക്കാറുള്ളൂ. അങ്ങനെ ഫോൺ നോക്കിയിരുന്ന് പോവും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഫോൺ നോക്കാതിരുന്നാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മളെ ഡേ തന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്യാം. ഇതിനകത്ത് റാഗിയും പിന്നെ പഴമൊക്കെ ബനാന ഉണ്ടല്ലോ അതൊക്കെ ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര യമ്മിയാണ്. ഞാൻ ഇതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല. ജസ്റ്റ് ഞാനിത് പാലിലും വെള്ളത്തിലും മിക്സ് ചെയ്ത് കഴിക്കാറേ ഉള്ളൂ. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. രാവിലെ അമ്മയ്ക്ക് സമയം ഉണ്ടാവില്ല കിച്ചണൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. സോ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. എനിക്ക് രാവിലെ കുറച്ച് സമയം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ആവുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് രാവിലെ കിട്ടുന്ന സമയത്തിലേക്ക് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഈ വീട് മീൻസ് ഹോളൊക്കെ കുറച്ച് മെസ്സി ആയിട്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് മെസ്സിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇരിക്കാം. എന്നിട്ട് നമുക്കൊരു ഫേസ് പാക്കോ ഒരു ഹെയർ പാക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ നമുക്ക് മടക്കി വെക്കാം. കുക്കിംഗ് ഒന്നും ചെയ്യാനുണ്ടാവില്ല, കാരണം ഓൾറെഡി രാവിലെ എല്ലാവരും ഇവിടുന്ന് ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഇവിടെ രാവിലെ ഫുഡൊക്കെ കുക്ക് റെഡി ആയിട്ടുണ്ടാവും. രാവിലത്തേക്ക് ഉച്ചക്കലത്തേക്ക് ഉള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. രാത്രിയിലാണ് കുക്ക് ചെയ്യുക നമ്മൾ. അപ്പോൾ കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല രാവിലെ കുറച്ച് ക്ലീനിങ് ഒക്കെ കണ്ടില്ല. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുണ്ട്, അതൊക്കെ നമുക്കൊന്ന് വിരിച്ചിടാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മാജിക്കൽ ഹെയർ മാസ്കിന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. ആദ്യം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം പഴുത്ത ഒരു പഴം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ റോസ്മേരിയുടെ ഒരു 2-3 ഡ്രോപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. റോസ്മേരിയുടെ ഒരു 2-3 ഡ്രോപ്സ് ആണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു കുറച്ച് തേനും കൂടെ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഹെയർ പാക്കൊക്കെ ഇട്ട് ഫേസ് പാക്കൊക്കെ ഇട്ട് പെട്ടെന്ന് കുളിച്ച് കേട്ടോ. ഞാൻ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു 10 മണി ആയിട്ടുള്ളൂ. പിന്നെ നോക്കിയപ്പോഴേ അറിഞ്ഞത് 11 മണി. എനിക്ക് 12 മണിക്ക് പോയേ വേണം. അങ്ങനെ ഞാനൊരു 20 minutes വെച്ചിട്ട് പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ്. ഞാൻ ഈ മോർണിംഗ് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഡെയിലി നോക്കാം, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ.